പഴയതുപോലെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് യാത്രകളോടുള്ള ഇഷ്ടം കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ ആളുകളുടെ യാത്രാ രീതികളും മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു. ഇക്കൊല്ലം നവരാത്രി മുതൽ ദീപാവലി വരെയുള്ള ആഘോഷവേളകളിൽ ഇന്ത്യക്കാർ പോകുന്നത് ഗോവയിലേക്കോ കേരളത്തിലേക്കോ അല്ല. പ്രശസ്ത ട്രാവൽ പ്ലാറ്റ്ഫോമായ ത്രിലോഫീലിയയുടെ 2025 യാത്രാ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അവധിക്കാല യാത്രകളിൽ ഗോവയെയും കേരളത്തെയും പിന്നിലാക്കിക്കൊണ്ട് മുന്നിലെത്തിയത് രാജസ്ഥാനാണ്. ആഘോഷ സമയങ്ങളിൽ യാത്രകൾ പോകുന്നതിനുള്ള ആവശ്യകത ഇന്ത്യക്കാരിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 18% വർദ്ധിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിദേശയാത്രയുടെ 70%-ലധികവും അടുത്തുള്ള ഏഷ്യ പസഫിക് രാജ്യങ്ങളിലേക്കാണ്. 4 മുതൽ 6 രാത്രികൾ വരെയുള്ള ചെറിയ യാത്രകളാണ് കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കുന്നത്. വിദേശയാത്ര ആവശ്യകതയിൽ 1-ാം സ്ഥാനത്ത് UAE ആണ്. തായ്ലൻഡ്, സിംഗപ്പൂർ, വിയറ്റ്നാം, ബാലി എന്നിവയും ശക്തമായ ഡിമാൻഡ് നിലനിർത്തുന്നു. ഡിസ്നിലാൻഡ്, വിക്ടോറിയ പീക്ക് പോലെയുള്ള കാഴ്ചകൾ കാരണം ഹോങ്കോങ്ങിലേക്കുള്ള ബുക്കിംഗിൽ ഇക്കൊല്ലം 25% വർധനവുണ്ടായി. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ആസ്വാദനം ഉറപ്പുവരുത്തുന്ന സ്മാർട്ട് ആഡംബരമാണ് 2025 യാത്രാ രീതിയുടെ സവിശേഷത. രാജസ്ഥാനിലെ ജയ്പൂർ, ഉദയ്പൂർ, ജയ്സാൽമേർ ത്രികോണ സഞ്ചാര പാതയ്ക്ക് വേണ്ടിയുള്ള ബുക്കിംഗുകളാണ് ഇന്ത്യയിലെ മൊത്തം ആഭ്യന്തര യാത്രയുടെ 16%. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവ 12% ബുക്കിംഗുകളുമായി തൊട്ടുപിന്നിലുണ്ട്. ഗോവയുടെ ഓഹരി 10%-മായി കുറഞ്ഞപ്പോൾ കേരളം 9% മാത്രമാണ് നേടിയത്.